എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജാസ്മിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് ഷോ ആക്ച്വലി കാണാൻ തുടങ്ങിയത്. എനിക്ക് മനുഷ്യന്മാരെ ഒബ്സർവ് ചെയ്യാനും അവരെ പറ്റി പഠിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ചിന്തകൾ, പ്രതികരണങ്ങൾ, പെരുമാറ്റങ്ങൾ, ഓരോ സിറ്റുവേഷൻസിനെയും ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഇമോഷൻസിനെ അവർ കൈകാര്യം ചെയ്യുന്ന രീതി, ഇങ്ങനെ ഈ മനുഷ്യരെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ബിഗ് ബോസിനേക്കാൾ പറ്റിയ സ്ഥലം വേറെ ഇല്ലതാനും. ഇതൊരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണെന്നാണല്ലോ പറയുന്നത്. ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരെയും എൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലോ ഒക്കെയുള്ള എനിക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരുന്നു. പക്ഷേ ഇവിടെ ജാസ്മിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ കുട്ടീനെ. കുറേ ചോദ്യങ്ങളാണിങ്ങനെ. ആദ്യം തന്നെ എനിക്ക് തോന്നിയത് ഈ കുട്ടി എങ്ങനെ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നതെന്നുള്ളതാണ്. അതൊരു ക്രെഡിറ്റായിട്ടുമാണ് ജാസ്മിൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു തെറ്റിനെതിരെ സംസാരിക്കാൻ നമ്മൾ ഇമേജ് കോൺഷ്യസ് ആവരുത്, അതൊരു ക്രെഡിറ്റാണ്. പക്ഷെ ഒരു തെറ്റ് ആവർത്തിച്ച് ചെയ്തിട്ട് ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. ഇവിടെ ജാസ്മിൻ്റെ പ്രവൃത്തിയിലുള്ള മിസ്റ്റേക്ക് സ്വയം തിരിച്ചറിയാനും പറ്റുന്നില്ല. വേറൊരാൾ അത് ചൂണ്ടിക്കാണിച്ചാൽ ജാസ്മിൻ അംഗീകരിക്കത്തുമില്ല, അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കും. അതേ തെറ്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ലാലേട്ടനെ പോലൊരാൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു TV ഷോയിൽ വന്നിട്ട് ജാസ്മിൻ്റെ പേഴ്സണൽ ഹൈജീനിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടും ആ കുട്ടിക്കത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, അത് റിപ്പീറ്റ് ചെയ്ത് അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഒരു ദുശീലത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ മൂക്കിൽ കൈ എപ്പോഴും വെക്കുന്നതും ടിഷ്യൂസ് ചുരുട്ടി അവിടെ എവിടെയൊക്കെ ഇടുന്നതും അത് ജാസ്മിൻ ശരിക്കും അറിയാതെ ചെയ്തു പോകുന്നതാണ്. അത് ആ കുട്ടീൻ്റെ ദുശീലത്തിൻ്റെ ഭാഗമായി. ഈ 10-23 വയസ്സ് വരെ ചെയ്തുകൊണ്ട് വന്നിരുന്നൊരു കാര്യം പെട്ടെന്ന് നിങ്ങളങ്ങ് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ പറ്റൂല. പക്ഷേ അങ്ങനൊരു ദുശീലം ജാസ്മിൻ ഉണ്ട് എന്നുള്ളത് ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മോഹൻലാലിനെ പോലൊരാൾ ഇതുപോലൊരു ഷോയിൽ വന്നിട്ട് അതെടുത്ത് പറഞ്ഞിട്ട് പോലും ആ കുട്ടി അത് സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തെങ്കിലേ അത് തിരുത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഇതായിരിക്കും. ഇപ്പോൾ ഈ ചെരുപ്പിടുന്ന കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മോഹൻലാൽ ചെരുപ്പിടാൻ പറഞ്ഞതുകൊണ്ട് ജാസ്മിൻ ചെരുപ്പിടുന്നു, അല്ലാതെ അത് ജാസ്മിന് സ്വയം തോന്നിയിട്ടല്ല. ഇത് തന്നെയാണ് ജാസ്മിൻ്റെ കാര്യത്തിലുള്ളൊരു പ്രോബ്ലം. സ്വയം മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് തിരുത്താൻ ജാസ്മിന് പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിൻ ഒരു ഹെൽപ്പ് വേണ്ടി വരും. അതിപ്പോൾ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ അത് മനസ്സിലാക്കി ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ജാസ്മിൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും. അത് പക്ഷേ ജാസ്മിൻ ഇങ്ങനൊരു പേഴ്സൺ ആയതുകൊണ്ട് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ജാസ്മിൻ്റെ പ്രവർത്തികൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിലൊരു സംശയവും. പക്ഷേ വിമർശനം വേറെ, വ്യക്തിഹത്യ വേറെ. ജാസ്മിൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, ചില സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിങ്ങുമാണ്. പക്ഷേ എനിക്കൊരാളെ ബ്ലൈൻഡായിട്ട് ഹേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം എനിക്ക് അറിയണം എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ജാസ്മിൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്, പെരുമാറുന്നത്. ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ പോലും, ലാലേട്ടനോട് പോലും എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത്, അതെങ്ങനെയാണ് ജാസ്മിന് പറ്റുന്നത്, സ്വയം തിരിച്ചറിയാത്തത് എന്താണ്, ഇതൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം ഞാൻ സ്വയം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ബേസിക് ആയിട്ടുള്ള മര്യാദകളൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പോൾ ആ വിവരമില്ലായ്മയിൽ നിന്നിട്ടുള്ളൊരു അഹങ്കാരവും അതിൻ്റെ ഒരു കാട്ടിക്കൂട്ടലുമാണ് ജാസ്മിൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കാര്യം അറിയാത്ത ഒരാളെയും അറിയാൻ ശ്രമിക്കാത്ത ഒരാളെയും ഞാൻ ബ്ലൈൻഡായിട്ട് ഹേറ്റ് ചെയ്ത് എൻ്റെ ശരീരത്തിന് ദോഷം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ വിചാരിക്കുന്നത് ഞാൻ കാണിക്കുന്ന ദേഷ്യത്തിന് ഒരു വാല്യൂ ഉണ്ട്, അതും അർഹിക്കുന്ന ഒരാളോട് കാണിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ പ്രവർത്തികളെയൊക്കെ ഞാൻ വിവരമില്ല പിന്നെ പറഞ്ഞിട്ട് എന്തിനാ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. അപ്പോഴാണ് ഈ ആദിൽ യുനൈസ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് ഓക്കെ, ഇതിന് ഇങ്ങനൊരു വശവും കൂടെ ഉണ്ട്, ഇതിനെ ഇങ്ങനെയും മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് പുതിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഓൾറെഡി ആ കുട്ടീനോട് ഒരുപാട് ആൾക്കാർക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ട്. അമാതിരി പ്രവൃത്തി തന്നെയാണ് ജാസ്മിൻ ചെയ്യുന്നതും കേട്ടോ. പക്ഷേ ഈ വെറുക്കുന്നവർക്കും ദേഷ്യപ്പെടുന്നവർക്കും ഇതിൻ്റെ ഇങ്ങനെ ഒരു സൈഡും കൂടെ അവർക്ക് ചിന്തിക്കാൻ പറ്റിയാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ വെറുക്കുമ്പോഴോ ദേഷ്യം തോന്നുമ്പോഴോ നമ്മുടെ ശരീരത്തിനും അതിൻ്റെ ദോഷമുണ്ട്. അപ്പോൾ ഈ ജാസ്മിൻ്റെ കാര്യത്തിന് ഇങ്ങനൊരു സൈഡും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജാസ്മിനെ വല്ലാതെ വെറുക്കുന്നവർ ഈ വീഡിയോയും കൂടി ഒന്ന് പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് ജാസ്മിനെ ഇനി ആരും ഒന്നും പറയരുത് എന്നുള്ളതല്ല കേട്ടോ. ജാസ്മിനെ നന്നായിട്ട് വിമർശിക്കൂ, ഞാൻ ഇനിയും ജാസ്മിനെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്യും. പക്ഷേ അത് ഹെൽത്തി ആയിട്ട് വിമർശിക്കൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ അയാളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാമെന്നുള്ള രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല, അത് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം ജാസ്മിൻ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് നിന്ന് ഔട്ട് ആവണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പറയാം, 100% ജാസ്മിൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്. പക്ഷേ ജാസ്മിൻ്റെ ഇമോഷൻസിനെ വെച്ച് കച്ചവടം ചെയ്ത് ആ കുട്ടീൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതിനിപ്പോൾ എത്ര പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജാസ്മിനും ജാസ്മിൻ്റെ ഫാമിലിയും അതിന് നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
അതേപോലെ ജാസ്മിനോട് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ഇമോഷണൽ ഡാമേജസ് വരും. പൈസ കൊടുത്താലും മനസ്സമാധാനം കിട്ടില്ല. മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞാലേ സമാധാനമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. സമാധാനമാണ് എന്തിനേക്കാട്ടിലും വലുത്. അത് ജാസ്മിൻ മനസ്സിലാക്കിയാൽ നല്ലത്.